എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ന്യൂസിലൻഡ് 4ാം T20യിലെ നാണംകെട്ട തോൽവിക്ക് ശേഷം ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ കണ്ടത് ആരും വിശ്വസിക്കാത്ത കരളലിയിക്കുന്ന കാഴ്ചകളായിരുന്നു. നായകൻ സൂര്യകുമാർ യാദവിന്റെ മുഖത്ത് ദേഷ്യം അണപൊട്ടി ഒഴുകുന്നുണ്ടായിരുന്നു. ടീം മുഴുവൻ തലകുനിച്ചിരിക്കുമ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ ഭയപ്പെടുത്തുന്നതായിരുന്നു. ഹാർദിക് പാണ്ഡ്യ അസ്വസ്ഥനായി തന്റെ ഷൂ ലേസുകൾ അഴിക്കുകയും വീണ്ടും കെട്ടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തോ വലിയൊരു തെറ്റ് സംഭവിച്ചിരിക്കുന്നു എന്നതിന്റെ അപായസൂചനയായിരുന്നു ആ ശരീരഭാഷ. പരസ്പരം മുഖത്തു നോക്കാൻ പോലും സാധിക്കാത്തത്ര കനത്ത നിശബ്ദത. അപ്പോഴാണ് ഡ്രസ്സിംഗ് റൂമിലെ TV സ്ക്രീനിൽ സൂര്യകുമാർ യാദവിന്റെ ആ എക്സ്ക്ലൂസീവ് പോസ്റ്റ് മാച്ച് അഭിമുഖം തെളിഞ്ഞത്. അതു കണ്ടതും അവിടെയിരുന്ന ഓരോ കളിക്കാരന്റെയും ശ്വാസം നിലച്ചുപോയി. സൂര്യയുടെ വാക്കുകളിലെ തീ കണ്ട് ഹാർദിക് പാണ്ഡ്യയുടെയും അഭിഷേക് ശർമ്മയുടെയും കണ്ണുകൾ വരെ നിറഞ്ഞുപോയി എന്നാണ് റിപ്പോർട്ടുകൾ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. വിശാഖപട്ടണത്തെ ഡോക്ടർ YS രാജശേഖര റെഡ്ഡി സ്റ്റേഡിയത്തിൽ ടോസ് നേടി ബൌളിംഗ് തെരഞ്ഞെടുത്ത സൂര്യയുടെ തീരുമാനം പാടെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് ആദ്യം കണ്ടത്. ന്യൂസിലൻഡ് ഓപ്പണർമാരായ ടിം സീഫേർട്ടും ഡെവോൺ കോൺവേയും ആദ്യ ഓവർ മുതൽ ഇന്ത്യൻ ബൌളർമാരെ പഞ്ഞിക്കിട്ടു. വെറും 23 പന്തിൽ 4 4ഉം 3 6ഉം അടക്കം 44 റൺസാണ് കോൺവേ അടിച്ചുകൂട്ടിയത്. പവർ പ്ലേയിൽ തന്നെ സ്കോർ 70 കടന്നു. 8 ഓവറിൽ 100 റൺസ് പിന്നിട്ട കിവീസ് 220-ന് മുകളിൽ സ്കോർ ചെയ്യുമെന്ന് തോന്നിച്ച നിമിഷങ്ങൾ. എന്നാൽ ബുംറയുടെയും കുൽദീപിന്റെയും മാന്ത്രിക സ്പെൽ ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. കുൽദീപ് മധ്യ ഓവറുകളിൽ കടിഞ്ഞാണിട്ടപ്പോൾ ബുംറ ഡെത്ത് ഓവറുകളിൽ റൺസ് നിയന്ത്രിച്ചു. എങ്കിലും 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 215 എന്ന കൂറ്റൻ സ്കോർ ന്യൂസിലൻഡ് പടുത്തുയർത്തിയിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിലെ വൻ പ്രഹരമേറ്റു. ആദ്യ പന്തിൽ തന്നെ മാറ്റ് ഹെൻറിയുടെ പന്തിൽ വലിയ ഷോട്ടിന് ശ്രമിച്ച് അഭിഷേക് ശർമ്മ 0-ന് പുറത്ത്. സഞ്ജു സാംസൺ 15 പന്തിൽ 24 റൺസ് എടുത്ത് പ്രതീക്ഷ നൽകിയെങ്കിലും സാന്റ്നറുടെ പന്തിൽ വിക്കറ്റ് വലിച്ചെറിഞ്ഞു. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും വന്ന പാടെ മടങ്ങിയപ്പോൾ 10 ഓവറിനുള്ളിൽ ഇന്ത്യയുടെ 5 മുൻനിര വിക്കറ്റുകൾ നിലംപൊത്തി. എന്നാൽ തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ ശിവം ദുബൈ ക്രീസിൽ അവതരിച്ചു. 19 പന്തിൽ 54 റൺസ്. സിക്സറുകളുടെ പെരുമഴ തീർത്ത ദുബൈ പ്രതീക്ഷ നൽകിയെങ്കിലും മറുവശത്ത് പിന്തുണ ലഭിക്കാതെ ഇന്ത്യ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങി. പക്ഷേ കളിക്ക് ശേഷമാണ് യഥാർത്ഥ നാടകങ്ങൾ അരങ്ങേറിയത്. പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ മൈക്കിന് മുന്നിലെത്തിയ സൂര്യകുമാർ യാദവ് പതിവ് ചിരി ഉപേക്ഷിച്ച് തികച്ചും വികാരഭരിതനായാണ് സംസാരിച്ചത്. സൂര്യ എവിടെയാണ് പിഴച്ചത് എന്ന അവതാരകന്റെ ചോദ്യത്തിന് നടുക്കുന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. തോൽവിയുടെ 5 കാരണങ്ങൾ അദ്ദേഹം എണ്ണിപ്പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. നോക്കൂ, സത്യസന്ധമായി പറയട്ടെ എന്ന് പറഞ്ഞു തുടങ്ങിയ സൂര്യ ആദ്യം വിരൽ ചൂണ്ടിയത് ടീം സെലക്ഷനിലേക്കാണ്. ഞാൻ മാനേജ്മെന്റിനോട് വ്യക്തമായി പറഞ്ഞതാണ്, സഞ്ജു സാംസൺ ഇപ്പോൾ മികച്ച ഫോമിലല്ല, അദ്ദേഹത്തിന് കുറച്ച് സമയം നൽകണമെന്ന്. പക്ഷേ കോച്ച് ഗൗതം ഗംഭീർ അത് കേൾക്കാൻ തയ്യാറായില്ല. വികാരങ്ങൾ മാറ്റിവെച്ച് ഫോം നോക്കി ടീമിനെ എടുക്കണമായിരുന്നു എന്ന് സൂര്യ തുറന്നടിച്ചു. തുടർന്ന് അദ്ദേഹം ബൌളർമാർക്കെതിരെ തിരിഞ്ഞു. ടിം സീഫേർട്ടിനെ പോലൊരു താരം ക്രീസിൽ നിലയുറപ്പിച്ചിട്ടും 50-60 റൺസ് വരെ അടിക്കാൻ അനുവദിച്ചത് നമ്മുടെ ബൌളർമാരുടെ വലിയ വീഴ്ചയാണ്. മധ്യ ഓവറുകളിൽ കളി കൈവിട്ടുപോയി. ഏറ്റവും ഗൗരവകരമായ ആരോപണം സൂര്യ ഉന്നയിച്ചത് 3ാമത്തെയും 4ാമത്തെയും പോയിന്റിലായാണ്. ഹർഷിത് റാണ എന്ന യുവതാരം സമ്മർദ്ദത്തിൽ വീണുപോയി എന്നത് സത്യമാണ്. പക്ഷേ സൂര്യ തുടർന്നു, കളിക്കളത്തിൽ വെച്ച് ഗൗതം ഭായ് ഹർഷിത്തിനോട് ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടു. ഒരു കോച്ച് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ആ കുട്ടിയുടെ ആത്മവിശ്വാസം തകർത്തു കളഞ്ഞു. അതാണ് ബൌളിംഗ് പിഴയ്ക്കാൻ കാരണം. അവസാനമായി ബാറ്റിംഗ് നിരയെയും സൂര്യ വെറുതെ വിട്ടില്ല. അഭിഷേകും സഞ്ജുവും നൽകേണ്ടിയിരുന്ന തുടക്കം ലഭിക്കാത്തതാണ് ബൌളർമാരെ പോലും സമ്മർദ്ദത്തിലാക്കിയത്. തുടക്കത്തിലെ വിക്കറ്റുകൾ പോയാൽ പിന്നെ എങ്ങനെ ജയിക്കും? സൂര്യയുടെ വാക്കുകളിൽ നിരാശ വ്യക്തമായിരുന്നു. എന്നാൽ സസ്പെൻസ് അവിടെയും തീർന്നില്ല. ഡ്രസ്സിംഗ് റൂമിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയ സൂര്യ അഭിഷേക് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും തമ്മിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും സൂചിപ്പിച്ചു. ഇതിൽ തെറ്റ് ഹാർദിക്കിന്റേതാണെന്ന് പറയാതെ വയ്യ. ഹാർദിക്കിന്റെ ഉള്ളിലെ ഈഗോയാണ് പ്രശ്നം. അഭിഷേക് ഒരു യുവതാരമാണ്, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് സൂര്യ പരോക്ഷമായി പറഞ്ഞുവെച്ചു. ഒടുവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ മുഴുവൻ കാത്തിരുന്ന ആ ആവശ്യം സൂര്യകുമാർ മുന്നോട്ട് വെച്ചു. ഇനിയെങ്കിലും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും മടങ്ങിവരണം. കളിക്കാരായോ മെന്റർമാരായോ അവർ ടീമിനൊപ്പം ചേർന്നില്ലെങ്കിൽ ഈ യുവനിരയ്ക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് സൂര്യ തറപ്പിച്ചു പറയുന്നു. ഇത് കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. എന്തായാലും സൂര്യകുമാർ യാദവിന്റെ ഈ തുറന്നു പറച്ചിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയൊരു ഭൂകമ്പം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഡ്രസ്സിംഗ് റൂമിലെ ഈ പടലപ്പിണക്കങ്ങൾ ടീമിനെ എങ്ങോട്ട് നയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. സൂര്യ പറഞ്ഞതുപോലെ രോഹിത്തും കോഹ്ലിയും തിരിച്ചു വന്നാൽ മാത്രമേ ഇന്ത്യക്ക് ഇനി രക്ഷയുള്ളൂ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ ഗംഭീർ യുവതാരങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് പോകണമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ രോഹിത്തും കോഹ്ലിയും തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ച് നിങ്ങളുടെ പിന്തുണ അറിയിക്കൂ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.